നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, തിരുവചനത്തിലേക്ക് ഇന്നും നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ ഒരല്പസമയം ദൈവത്തിൻ്റെ വാദപീഠത്തിൽ വേർതിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയേറ്റുകയും ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു ലളിതമായിരിക്കുന്ന ആത്മീക ചിന്ത കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിങ്ങളെ ഓർപ്പിക്കാൻ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ പരിചിതമായിരിക്കുന്നൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നെഹമ്യാവ് 1:4. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഈ വർത്തമാനം കേട്ടപ്പോൾ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവ് യെരുശലേമിൽ നിന്ന് വന്ന ചിലർ നെഹമ്യാവിനോട് യെരുശലേമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണ് ഈ വർത്തമാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്തായിരുന്നു ആ വർത്തമാനം? യെരുശലേം മുഴുവൻ തകർന്നു കിടക്കുകയാണ്. യെരുശലേമിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുകയാണ്. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ജനങ്ങൾ മഹാകഷ്ടത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ്. അങ്ങനെ വളരെ കഷ്ടത്തിൽ അകപ്പെട്ട് കിടക്കുന്നു. എല്ലാം തകർന്നിരിക്കുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ വണ്ണം കുപ്പക്കുന്നായി യെരുശലേം തകർന്നു കിടക്കുന്നു. ഈ വർത്തമാനം പേർഷ്യൻ സാമ്രാജ്യത്തിൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായി നിൽക്കുന്ന നെഹമ്യാവ് തൻ്റെ സഹോദരങ്ങളിൽ നിന്ന് ഈ വർത്തമാനം കേട്ടു. അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. ഈ വർത്തമാനം കേട്ടു. ഈ വർത്തമാനം കേട്ടപ്പോൾ അതിനോട് പ്രതികരിച്ച രീതിയിൽ നിന്നാണ് ഇന്ന് ദൈവാത്മാവ് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. 4 കാര്യങ്ങൾ ഈ വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹത്തിൽ ഉരുത്തിരിഞ്ഞു എന്ന് കാണാൻ കഴിയുന്നു. അതാണല്ലോ പ്രതികരണം എന്ന് പറയുന്നത്. ചിലർക്ക് എന്ത് കേട്ടാലും പ്രതികരണമില്ല. ചില വീട്ടിലൊക്കെ കൂടെ അമ്മമാർ ചോദിക്കുന്നതാണ്, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങളിങ്ങനെ സർവേക്കല്ല് പോലെ ഇന്ന കാര്യം നടക്കൂ. എന്തൊക്കെ നടന്നാലും, ആകാശം ഇടിഞ്ഞു വീണാലും, ഭൂമി കുഴിഞ്ഞ് പടർന്ന് താഴേക്ക് വീഴുവാന്ന് പറഞ്ഞാലും ചിലർക്ക് ഒരു പ്രതികരണവും ഇല്ലാത്തവരുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടുതലും പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന്, അപ്പന്മാരുടെ ഭാഗത്ത് നിന്നൊക്കെ. എന്നാൽ കണ്ണീരും കരച്ചിലൊക്കെയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്തൊക്കെയോ എവിടെയൊക്കെയോ എല്ലാ വീട്ടിലും കാണും. എന്തൊക്കെ നടന്നാലും ഒരു പ്രതികരണമില്ലാത്തവർ. തിരുവെഴുത്ത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പ്രതികരണമുള്ളതാണ് നല്ലത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖത്തിലൊക്കെ ഞാൻ പറയാറുണ്ട്, ദൈവവചനം കേൾക്കുമ്പോൾ, ഒരു പ്രയാസം നേരിടുമ്പോൾ, ഒരു ദൂത് കേൾക്കുമ്പോൾ ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. വേദപുസ്തകത്തിൽ രക്ഷപ്പെട്ടവർക്കൊക്കെ ഏതെങ്കിലും വിധത്തിൽ അവരോട് ദൈവം ഇടപെടുമ്പോൾ, ചില ഇൻസിഡൻറ്റുകളിലൂടെ ദൈവം ഇടപെടുമ്പോഴൊക്കെ അവരിങ്ങനെ മരവിച്ച് ഒരു വഹ തളർന്ന രീതിയിൽ പോയവരൊക്കെ ആ വഴിക്കങ്ങ് തീർന്നിട്ടേ ഉള്ളൂ. എന്നാൽ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ പ്രതികരിച്ചവനെ, വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ ഒരുങ്ങുന്നവന് കയറിട്ട് കൊടുക്കുന്നത് പോലെ പ്രതികരിക്കുന്നവൻ എവിടെന്നെങ്കിലുമൊക്കെ വഴിയുണ്ടാകുമെന്ന് അതുതന്നെ ഈ ബൈബിളിലെ സന്ദേശമാണ്. തിരുവെഴുത്ത് തപ്പിപ്പറയ്ക്ക് ദൈവത്തിൻ്റെ ആലോചന ദൂതാക്കി മാറ്റാൻ കഴിവുള്ളവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രതികരിച്ച കുറേ പേരെ നിങ്ങൾ ബൈബിളിൽ തപ്പിയെടുക്കുക. തീർച്ചയായിട്ടും ഇതൊരു ഈടുറ്റ സബ്ജക്റ്റായി തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അപ്പോൾ പ്രതികരിക്കുക. ദൈവികമായിരിക്കുന്ന കാര്യങ്ങളോട്, ദൈവത്തിൻ്റെ ദൂതിനോട്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോട് ലാഘവത്തോടെ ഇടപെടാതിരിക്കുക. മനുഷ്യന് പ്രതികരിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ക്രൂരമായി പ്രതികരിക്കുന്നവരുണ്ട്, മോശമായി പ്രതികരിക്കുന്നവരുണ്ട്. എന്നാൽ ആത്മീകപരമായ ചില വിഷയങ്ങളോട് പ്രതികരിക്കുമ്പോൾ അതിനെ ഇടപെടുവാനും സഹായിക്കാനൊക്കെ ദൈവം ഇടയാക്കും. ഇന്നത്തെ സന്ദേശത്തിൽ എന്നെ ദൈവമായ കർത്താവ് കൂടുതലും പ്രേരിപ്പിച്ചത് യെരുശലേമിൻ്റെ തകർച്ചയെക്കുറിച്ച്. ഒരു സമ്പന്ന രാജ്യത്ത്, കൊട്ടാരത്തിനകത്ത് നല്ല തലയെടുപ്പോടെ ഒരു 3 തലമുറയ്ക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ വളരെ സുരക്ഷിതത്വമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നെഹമ്യാവ് എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ ഭക്തൻ യെരുശലേമിൻ്റെ തകർച്ചയെക്കുറിച്ച് കേട്ടപ്പോൾ, അദ്ദേഹം ആ വാർത്ത കേട്ടപ്പോൾ പ്രതികരിക്കുകയാണ്. 4 കാര്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതിൽ 2 കാര്യങ്ങൾ മാനുഷികമായ പ്രതികരണവും, 2 കാര്യങ്ങൾ
ആത്മീകമായ പ്രതികരണമാണ്. അതൊന്ന് സൂചനയിലേക്ക് കൊണ്ടുവരാം. എന്താണ് മാനുഷികമായ പ്രതികരണം? അവിടെ എഴുതിയിരിക്കുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു. കരയുക, ദുഃഖിക്കുക, ഇത് മാനുഷികമായിരിക്കുന്ന പ്രതികരണമാണ്. ഈശ്വരവിശ്വാസിയായ മനുഷ്യനും ബഹുദൈവ വിശ്വാസിയും ഏകദൈവ വിശ്വാസിയും വിശുദ്ധനും അശുദ്ധനും എല്ലാവർക്കുമുള്ളൊരു പ്രതികരണമാണ് കരച്ചിൽ. ദുഃഖം പ്രതികരണമാണ് അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയവരല്ലേ നമ്മളിൽ പലരും. അവരെങ്ങനെ വർത്തമാനം പറയാൻ പഠിക്കുന്നതിനൊക്കെ അവർ പ്രതികരിച്ചുകൊണ്ടിരുന്നത്? കരയുകയായിരുന്നു. അതിന് വിശക്കുമ്പോൾ പാല് കുടിക്കാറാകുമ്പോൾ കരയും, അസ്വസ്ഥത ഉളവാക്കുമ്പോൾ കരയും. വയറിനകത്തൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഈ പണ്ട് കാലത്തെല്ലാം, ഇപ്പോഴും ഉണ്ടായേക്കാം, കുഞ്ഞുങ്ങൾക്കെല്ലാം വയറ് കമ്പിക്കുക, ഗ്യാസ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് പറയാനറിയില്ലല്ലോ എവിടാ മോനെ വേദന, എന്തിനാ മോനെ അറിയില്ലോ. ചെവി വേദന ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം. അത് നിങ്ങൾക്ക് പറയാനറിയില്ല. അപ്പോൾ കരച്ചിലാണ്, കരച്ചിൽ. ഞാൻ വൈദ്യശാസ്ത്രത്തിൽ കേട്ടിട്ടുണ്ട്, എല്ലാ മെഡിക്കൽ സൈഡിൽ എല്ലാവിധ കാര്യങ്ങളും ഉത്തരവാദിത്തപ്പെട്ടതാണ്. എന്നാൽ പീഡിയാട്രിക് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡോക്ടർമാർ, അവർക്ക് ഇപ്പം ഞാൻ ചെന്ന് ഡോക്ടറെ കാണുമ്പോൾ വിവരങ്ങൾ എന്നോട് ചോദിക്കാം, എനിക്ക് പ്രതികരിച്ച് പറയാം. ഡോക്ടർ ചോദിക്കും, രാവിലെ എഴുന്നേൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഉറക്കമുണ്ടോ, ദഹനമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാം. പക്ഷേ 3 മാസം പ്രായമുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞിന് പ്രതികരിക്കാൻ അറിയില്ലല്ലോ. ഇപ്പം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾ പോലും പ്രതികരിച്ചുകൊണ്ടിരുന്നത് കണ്ണുനീരില്ല, കരച്ചിലില്ല. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളല്ല, പെൺകുഞ്ഞുങ്ങൾ, അമ്മമാരും ഭാര്യമാരുമൊക്കെ പ്രതികരിക്കുന്നത് ആ മുഖത്ത് കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടുകൂടുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു പ്രതികരണമാണ്. കരച്ചിലൊരു വലിയ പ്രതികരണമാണ്. ദുഃഖം പ്രതികരണത്തിൻ്റെ ഒരു മൂർത്തീഭാവമാണ്. എന്തൊക്കെയോ പ്രയാസങ്ങളോടുള്ള പ്രതികരണമാണ് ദുഃഖം. അപ്പോൾ ഈ ദുഃഖം ഒക്കെ, കണ്ണുനീരൊക്കെ പ്രതികരണം. പൗലോസരിക്ക് പറഞ്ഞില്ലേ, നിങ്ങൾ ദുഃഖിക്കാത്തതിൽ ഞാൻ വിഷമിക്കുന്നു പറഞ്ഞാൽ ഒരു പ്രതികരണം നിങ്ങൾക്കില്ലല്ലോ. അല്ല, നീ എല്ലാ ദിവസവും മുഖം ചുമന്നിരിക്കണം, കണ്ണ് നിറഞ്ഞിരിക്കണം എന്നുള്ളതല്ല പൗലോസ് ഉദ്ദേശിച്ചത്. ഇത്രയും വലിയ സംഭവം നടന്നിട്ടും നിനക്ക് ദുഃഖമില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിനക്കൊരു പ്രതികരണമില്ലല്ലോ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലരെ ഓർപ്പിക്കുന്നു. മാനുഷികമായ പ്രതികരണം, ദുഃഖം, കരച്ചിൽ, കണ്ണുനീര്, ഇതെല്ലാം മാനുഷിക പ്രതികരണമാണ്. ഇത് മനുഷ്യർക്കുള്ളതാണ്, കുഞ്ഞുനാൾ മുതലുള്ളതാണ്. നല്ലതാ അത്. പൗലോസ് അതെഴുതി. കണ്ണീരും ദുഃഖമൊക്കെ പ്രതികരണത്തിൻ്റെ ഭാഗമാണ്. ഇതൊന്നും ഇല്ലാത്ത കല്ലുകൊണ്ട് ചങ്കുള്ളവർ കണ്ടേക്കാം, രക്ഷപ്പെടാൻ പാടാണ്. ദുഃഖിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നത് ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ആത്മീകമായ പ്രതികരണം, ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കുറച്ച് നാൾ ദുഃഖിച്ചു കരഞ്ഞു എന്ന് മാത്രമല്ല, അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, അഥവാ ആ വാക്യത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന അടുത്ത കാര്യം ഇതാണ്: ദുഃഖിച്ചും കരഞ്ഞും പ്രതികരിച്ചങ്ങ് തീർത്തുന്നല്ല. കുറേ ആൾക്കാർ അങ്ങനെയാണ്. ദുഃഖവും കരച്ചിലും ഒരു മാനുഷിക, ഒരു പ്രഥമദൃഷ്ടിയ ആദ്യത്തെ തുടക്കം അതായിരിക്കാം. പക്ഷെ കാര്യം നടക്കുന്നത് കുറേ നേരം കരഞ്ഞതുകൊണ്ടല്ല, കുറച്ചു നേരം ദുഃഖിച്ചത് കൊണ്ടുമല്ല കേട്ടോ. അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ദുഃഖിച്ചും കരഞ്ഞും ഇരുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ഇത് ആത്മീക പ്രതികരണമാണ്. ഒരു വിഷയം തകർന്നു കിടക്കുകയാണ്, ഒരു കാര്യം കഷ്ടത്തിലാണ്, ഒരു സംഭവം മഹാപ്രതിസന്ധിയിലാണ് എന്ന വിഷയം വാർത്തയായി കാതിലെത്തിയപ്പോൾ കരഞ്ഞ് ദുഃഖിച്ച ആയിരക്കണക്കിന് ആളുകൾ കണ്ടേക്കാം. ഒരഭിപ്രായം പറഞ്ഞു, പ്രതികരിച്ചു. കഷ്ടമായിപ്പോയി, എന്തോ ചെയ്യാനാന്ന് പറ. ഒരു പ്രതികരണമാണത്. അയ്യോ, ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, പാപം, ഒരു പ്രതികരണമാണത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതികരണം തീർത്ത ആയിരക്കണക്കിന് ആളുകൾ കണ്ടേക്കാം. അയ്യോ, ഇത് പോയി കാണണമല്ലോ, കഷ്ടത്തിലായി പോയല്ലോ, അയ്യോ, അതും ഒരു പ്രതികരണമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമാവില്ല. മാനുഷിക പ്രതികരണത്തിനപ്പുറം ഒരാത്മീക പ്രതികരണത്തിലേക്ക് കിടക്കണം. അതെന്താ? ഈ ദുഃഖവും കണ്ണീരിനുമപ്പുറം നെഹമ്യാവ് ഒരാത്മതലം അത് മുറുകെ പിടിച്ചു. ആത്മതലത്തിൽ പ്രതികരിക്കാൻ ആരംഭിച്ചു. അതെന്താ? ദൈവത്തിൻ്റെ സന്നിധിയിൽ കഞ്ഞി കുടിക്കാതെ കിടന്നെന്നല്ല. ചില ആൾക്കാരങ്ങനെയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ, വഴക്കുണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത്താഴം വേണ്ടെന്ന് പറഞ്ഞ് കിടക്കും.
2 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് കഴിക്കാതെ കറങ്ങി നടക്കും. അതൊക്കെ ഒരു പ്രതികരണമാണ്. പക്ഷേ അത് ഉപവാസമല്ലല്ലോ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ഉപവസിച്ചു. ഞാനിന്ന് നിങ്ങളോട് പറയാം, കുറേ ജീവിതം കരഞ്ഞു തീർത്തിട്ട് ദുഃഖിച്ച് തീർത്തിട്ട് അതൊരു പ്രതികരണമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കഥയില്ല. അത് മാനുഷിക പ്രതികരണം. ലോകത്തിൽ 850 കോടി ആളുകൾക്കും അങ്ങനെ പ്രതികരിക്കാൻ, 850 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു കണക്കെന്നാണ് എൻ്റെ അറിവ്. അത്ര ആളുകൾക്കും കരഞ്ഞും ദുഃഖിച്ചും പ്രതികരിക്കാം. പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാണ്, ആത്മീകരാണ്, ദൈവമുള്ളവരാണ്, ദൈവവചനം വിശ്വസിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ കൊതിക്കുന്നവരാണ്, ദൈവം പ്രവർത്തിക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ്. ആ നമ്മൾ ഒരു ദുഃഖവാർത്ത, ഒരു പ്രയാസകരമായിരിക്കുന്ന കാര്യം, ഒരു തകർച്ച, ഒരു മുന്നേറാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആരോടെങ്കിലും 4 പേരോട് പറയുന്നത് പ്രതികരണം കേട്ടോ. എവിടെയെങ്കിലും 5 പേരോട് പങ്കുവെക്കുന്നതും പ്രതികരണമാണ്. ഒത്തിരി രീതിയിൽ പ്രതികരിക്കാം. പക്ഷേ ഏറ്റവും സ്വർഗത്തെ സ്പർശിക്കുന്ന പ്രതികരണം കുറച്ചു നേരം കരഞ്ഞതോ ചില ദുഃഖിച്ചതോ അല്ല. 3-ാമത്തെ പടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, 4-ാമത്തെ പടി ഉപവസിക്കാൻ തുടങ്ങി. മാനുഷികമായിരിക്കുന്ന പ്രതികരണത്തെക്കാൾ ആത്മീക പ്രതികരണത്തിന് ഒരു നടപടിയിലേക്ക് വരുത്താൻ കഴിയും. നെഹമ്യാവിനെ യെരൂശലേമിൽ എത്തിച്ചതും മതിൽ പണിയിച്ചതും വീണ്ടും യെരൂശലേം പുതുക്കിപ്പണിതതും കാര്യാദികൾ മാറിയതും ദേവാലയം വീണ്ടും പണിയാനൊത്തതും അവിടെ യാഗം നടന്നതും ആളുകൾ തിരിച്ചു വന്നതുമെല്ലാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറേ ആൾക്കാർ ദുഃഖിച്ച കൂടെ ഇരുന്ന് ഒരളി എന്ന് മദ്ദളത്തോട് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ പ്രവാസത്തിൽ കിടക്കുന്നവരെല്ലാം താടിക്ക് കൈയും കൊടുത്ത് എന്നാ പറയാനാ, കഷ്ടമായിപ്പോയി, നമ്മുടെ വിധിയാന്ന് വിചാരിക്കാം എന്ന് പറഞ്ഞ് പ്രതികരിച്ച് തീർക്കല്ലേ. ദുഃഖിച്ചും കരഞ്ഞും പാമടക്കി വയ്ക്കല്ലേ, ആയുസ് തീർക്കല്ലേ. പിന്നെയോ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ പ്രതികരിക്കുക. അപ്പോൾ ഒരു നടപടി ഉണ്ടാകും, ഒരു നടത്തിപ്പുണ്ടാകും, ഒരു ദൈവ വഴിയുണ്ടാകും. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് 2 തരം പ്രതികരണങ്ങളെ വകതിരിച്ച് അടഞ്ഞെടുത്ത് കയ്യിൽ തന്നു. ഇനി നിങ്ങളുടെ കയ്യിലാണ് വിജയമിരിക്കുന്നത്, വഴിയിരിക്കുന്നത്. ചില വിഷയങ്ങൾ കണ്ടേക്കാം, ദുഃഖിച്ചും കരഞ്ഞും 4 പേരോട് പറഞ്ഞും മാത്രം എന്നും മുഖം വാടിയിരിക്കാതെ അടുത്ത പ്രതികരണം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ചില ദിവസങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചിരിക്കുക. അപ്പോൾ ചോദിച്ചൊക്കെ എൻ്റെ പൊന്നു മാസ്റ്റർ, ഉപവസിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാത്തവരാണോ ഞങ്ങൾ? ഒക്കെ ശരിയായിരിക്കാം. ഞാൻ കൂടെ പറയാറില്ലേ, ഒരു ദൂത് കേട്ടിട്ട് അത് ഗ്രഹിച്ചിട്ട് അതിൻ പ്രകാരം ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റ് വേറെയാണ്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, എന്നിട്ട് മാനുഷികമായി മാത്രം പ്രതികരിച്ച് തീർക്കാതെ ആത്മീകമായി പ്രതികരിക്കാൻ തയ്യാറാകുക. വിഷയങ്ങൾക്ക് മാറ്റം വരും. പൊളിഞ്ഞതൊക്കെ ദൈവം പണിയും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ആലോചന വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. എന്തൊക്കെ കേട്ടാലും പ്രതികരിക്കാത്തവരുണ്ട്. എന്നാൽ ആയുഷ്കാലം മുഴുവൻ കരഞ്ഞും ദുഃഖിച്ചും പ്രതികരിച്ച് തീർക്കുന്നവരുണ്ട്. അവർക്കൊരു വെളിപ്പാടെന്ന വണ്ണം അടുത്ത തലത്തിലേക്കുള്ളൊരു വാതിൽ തുറക്കട്ടെ അപ്പ. അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആത്മാവിൽ പ്രതികരിച്ച് ദൈവാത്മാവിൽ ചില വിഷയങ്ങളുടെ നടപടിയിലേക്കും നടത്തിപ്പിലേക്കും വരട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.